അവൻ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ 4th ഡേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിന്ന് ഓഫീസിൽ പോകണം. സോ ഞാൻ രാവിലെ എണീറ്റു, റെഡിയായി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഞാൻ പറഞ്ഞില്ല ഇന്നലെ പെയിൻ്റൊക്കെ അടിച്ചിട്ട് നല്ല വേദനയാണ് കേട്ടോ, കൈയും കാലൊക്കെ വേദന ഉണ്ട്. അപ്പോൾ രാവിലെ എണീക്കാൻ നോക്കിയിട്ടാണെങ്കിലും ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെ എണീറ്റ് റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അതാ ഇപ്പോൾ ഇറങ്ങും ഞാൻ. ഫുഡ് കഴിച്ചിട്ട് നേരെ ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇവ അത് അവിടെ ഇരുന്നിട്ട് തണ്ണിമത്തം കഴിക്കാട്ടെ. ഇവ ഇന്നലെ തണ്ണിമത്തം കിട്ടിയപ്പോൾ തൊട്ട് തുടങ്ങിയാണ്. വേറെ ഒരു ഭക്ഷണം ഇന്നലെ സത്യം പറഞ്ഞാൽ കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ഇത് തന്നെ ആയിരുന്നു പരിപാടി. എന്താന്ന് എന്തൊക്കെയോ പൊട്ട ഭാഷയൊക്കെ പറയട്ടെ, നമുക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ഇവയുടെ ഭാഷയൊക്കെ ഈ കാർട്ടൂൺ കണ്ടിട്ടേ എല്ലാ ലാംഗ്വേജും കൂടെ മിക്സ് ആയിട്ട് എന്താണ് പറയുന്നത് നമുക്ക് തന്നെ അറിയില്ല കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇന്ന് പാലാടയാണ് കേട്ടോ. പാലാടയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് ഈ നെയ്മ് അറിയില്ല എന്ന് തോന്നുന്നു. ഇത് നമ്മൾ മൈദാമാവും മുട്ടയും പാലൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു അപ്പം പോലെ ഉണ്ടാക്കൂലേ, എന്നിട്ട് അതിൽ നെയ്യും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ആ സംഭവം കേട്ടോ. അപ്പോൾ ഇത് സിമ്പിൾ പരിപാടിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മച്ചിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ദിവസം, അതായത് കുറച്ച് പണിയുള്ള ദിവസമൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതാ ഇറങ്ങാറായിട്ട്. അപ്പോൾ ഉമ്മച്ചി അവിടെ എന്നെ കൊണ്ട് വിടുന്നത്. ഉമ്മച്ചി എന്നെ സ്കൂട്ടറിൽ കൊണ്ട് അവിടെ ബസ് സ്റ്റോപ്പിൽ വിടും. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ബസ് കയറി പോകട്ടോ. സോ എന്നാലും ഇറങ്ങാണ്. ഇവ അതാ ഇവിടെ വണ്ടിയിൽ കയറി ഇരിപ്പുണ്ട്. ഇവ ഉമ്മച്ചി പോയിട്ട് പറ്റേ. ഇവ ഇന്ന് കുറച്ചായിട്ട് തന്നെ നിൽക്കാട്ടെ. ഇവ വരുന്നതെന്നും പറഞ്ഞ് സാധാരണ അങ്ങനെ വാശി പിടിക്കാറുണ്ടല്ലേ, ഇന്ന് എന്താണ് ഇച്ചിരി വാശിയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. സോ ഇവായ എങ്ങനെയാലും ഇവിടെ പറഞ്ഞ് നിർത്തട്ടെ, എന്നിട്ട് ഞാൻ പോട്ടെ കേട്ടോ. ലിറ്റിൽ സിംഗ വെച്ച് തരാം. ലിറ്റിൽ സിംഗ ചെല്ലേ, അമ്മച്ചി മിഠായി മേടിച്ചിട്ട് വരാം. അമ്മച്ചി മിഠായി മേടിച്ചിട്ട് വരാം കുഞ്ഞിന്. അവളെ അവിടെ വരെ കൊണ്ടുപോകും. ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ആക്ച്വലി ബസ്സൊന്നും കാണുന്നില്ല, എന്നാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ ഞാൻ എന്താ ബസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി ഇവിടെ നിന്ന് ഒരു 2 മിനിറ്റ് നടന്നാൽ മതി കേട്ടോ ഓഫീസൊക്കെ. ഉച്ചയ്ക്ക് ഫുഡൊന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. സോ ഇവിടെ താഴെ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അങ്ങനെ ബിരിയാണി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ചിക്കൻ ബിരിയാണിയാണ്. ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹോം ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ്. ഞങ്ങളുടെ താഴത്തെ ബേക്കറി നല്ല ചേട്ടനൊക്കെ കേട്ടോ. അപ്പോൾ നല്ല ഹോം ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ള ബിരിയാണി. എന്തായാലും ഞാൻ കഴിക്കട്ടെ. ബിരിയാണി കൊള്ളാം കേട്ടോ, അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ റൈസിനെക്കാളും കൂടുതൽ ചിക്കൻ ആട്ടോ. അതാ നോക്കിയേ, 2 വലിയ പീസ് ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ച് ബസ് സ്റ്റോപ്പിലോട്ട് നടക്കാണ്. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് നമുക്ക് നോക്കിയാൽ കാണുന്ന ദൂരത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ നടക്കാണ്. ഇനിയിപ്പോൾ ബസ് കിട്ടുമോയെന്ന് അറിയില്ല. വരുന്നത് ഞാനധികം തിരക്കുള്ള ബസ്സിലും കയറില്ല കേട്ടോ. ഞാൻ ആളില്ലാത്ത ബസ് നോക്കിയേ കയറുള്ളൂ. അപ്പോൾ കുറച്ചത് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്നാലും നടക്കട്ടെ കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഒരു ബസ് ജസ്റ്റ് മിസ്സായിട്ടുണ്ട്. തൊട്ടടുത്തൂടെ അപ്പോൾ എനിക്ക് ഓടി എത്താൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് പോയി. അപ്പോൾ ഞാൻ അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആക്ച്വലി ബസ്സൊന്നും കാണുന്നില്ല കേട്ടോ. ഞാൻ ഒത്തിരി നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്. അതാണെങ്കിൽ മഴക്കാറ് പോലെ കാണുന്നുണ്ട്. ഇനി മഴ പെയ്യുമോന്നും അറിയില്ല. അതിന് മുന്നേ ഏതെങ്കിലും ബസ് വന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഫൈനലി ഒരു ബസ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ വേഗം കയറട്ടെ. ആ ബസ്സിൽ ആളൊന്നും ഉണ്ടായില്ല കേട്ടോ കാര്യമായിട്ട്. പക്ഷേ ബസ് എല്ലാം കണ്ടിട്ട് നിർത്താണ്ട് പോയി. അപ്പം എന്തായാലും അടുത്ത ബസ് വരട്ടെ.
ആക്ച്വലി ഞാൻ ആദ്യം കണ്ട ബസ്സിൽ തന്നെ കയറിയാൽ മതിയായിരുന്നു. ഞാൻ അങ്ങനെയാണെങ്കിൽ ഇപ്പം വീട്ടിലെത്തി കുളിയും കഴിയേണ്ട നേരമായി. ഇതിപ്പോൾ എന്താണെന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് ഓടിയാൽ മതിയായിരുന്നു ആ ബസ്സിലോട്ട്. ഞാൻ അവിടെ എത്തിയപ്പോൾ ബസ് ഇവിടെ എത്തി. ഓടാനുള്ള മടിക്ക് നിൽക്കുക. അങ്ങനെ ഞാൻ ആ ബസ് ഇറങ്ങിയിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ വീട്ടിലോട്ട്. അതായത് ഒരു 4-5 കിലോമീറ്ററിന് മേലെ ഉണ്ട് വീട്ടിലെത്താനായിട്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ ഇപ്പോൾ വേഗം ഇരുട്ടുമല്ലോ. ഇപ്പോൾ 6 മണി കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷെ നല്ല ഇരുട്ടായിട്ടുണ്ട്. ഞാൻ സാധാരണ ചില സമയത്തൊക്കെ ദൂരമാണെങ്കിൽ ഞാൻ ഫുള്ള് നടക്കും കേട്ടോ. എനിക്ക് ചിലപ്പോൾ ഒരു വാശിക്ക് അങ്ങോട്ട് നടക്കാമെന്നും പറഞ്ഞ് നടക്കും. പക്ഷെ ഇന്ന് എനിക്ക് നടക്കാനായിട്ട് തീരെ മൂടില്ല. അപ്പം ഞാൻ ഉമ്മച്ചിയെ വിളിച്ചിട്ടുണ്ട്. ഉമ്മച്ചി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉമ്മച്ചിയെ വഴി വെച്ച് മീറ്റ് ചെയ്തിട്ട് ഉമ്മച്ചിയുടെ കയറി പോവാം. ഈ ഒരു സൈഡ് നോക്കിയാൽ ഇവിടെ കനാലും പാലവും ഒക്കെയാണ് കേട്ടോ. നമ്മുടെ ആലപ്പുഴയിൽ ഓൾമോസ്റ്റ് കനാലില്ലാത്ത സൈഡ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എല്ലായിടം ഉണ്ട് ഇതേപോലെ കനാൽ. ഞങ്ങളുടെ ആലപ്പുഴയുടെ ഒരു മെയിൻ അട്രാക്ഷൻ ആട്ടോ ഇത്. ആക്ച്വലി ഈ മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ടയേർഡായിട്ട് നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എനിക്ക് ബ്രീത്തിങ് കറക്റ്റ് ആവുന്നില്ല. ആകെ ശ്വാസം മുട്ടുന്ന പോലെ കുറച്ചിങ്ങനെ. അതിൻ്റെ ഒപ്പം ഞാൻ വർത്താനം കൂടെ പറയുമ്പോൾ ഒട്ടും പറ്റുന്നില്ല കേട്ടോ. ഞാൻ ഈ നടത്ത ഇങ്ങനെ വീട് വരെ നടക്കുകയാണെങ്കിൽ ശരിക്കും അത് ഭയങ്കര നല്ലൊരു എക്സസൈസാണ് കേട്ടോ. പക്ഷേ ഞാൻ മടിച്ചാണ് എനിക്ക് നടക്കാൻ. എനിക്ക് മാസ്ക് ഇട്ടിട്ടുണ്ടോ. പണ്ടൊക്കെ ഞാൻ നടക്കായിരുന്നു. എനിക്ക് മാസ്ക് ഇട്ടിട്ട് എനിക്ക് തീരെ നടക്കാൻ പറ്റുന്നില്ല. ഉമ്മച്ചി എത്തിയിട്ടുണ്ട്. ആകെ ഇരുട്ടായല്ലേ. അങ്ങനെ വരുന്ന വഴി ഞാൻ ജസ്റ്റ് ഒന്ന് ATM ഇറങ്ങിയിട്ടോ. എനിക്ക് കുറച്ച് കാശ് എടുക്കാനുണ്ട്. എല്ലാം ഡിജിറ്റൽ മണിയാണ് കയ്യിലുള്ളത്. അപ്പോൾ കുറച്ച് ക്യാഷ് എടുത്ത് കയ്യിൽ വെക്കണം കേട്ടോ. അങ്ങനെ ATM വന്നിട്ടുണ്ട്. ജസ്റ്റ് 500 റുപ്പീസ് എടുക്കണമല്ലോ കേട്ടോ. കാരണം ഒരുപാട് കാശ് എടുത്ത് കയ്യിൽ വെച്ചാലേ ഞാൻ എൻ്റെ വേഗം ചിലവാക്കി തീർക്കും. അതുകൊണ്ട് അത്യാവശ്യത്തിനുള്ള കാശ് മാത്രം മതി. 500 റുപ്പീസ്. അങ്ങനെ ഞാൻ ആ വീട്ടിലെത്തി. വേഗം തന്നെ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സോ ഈ ബസ്സിലൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനാണ് കേട്ടോ. ഞാൻ അധികം നേരം നിൽക്കില്ല, നേരെ വന്ന് കുളിച്ചേക്കും. സോ ഇനി പോയിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ. കഴിക്കാനല്ല, എന്തെങ്കിലും ചെറുതായിട്ട് ഉമ്മച്ചി പാല് കാച്ചി വെച്ചിട്ടുണ്ട്. സോ അതെടുത്ത് കുടിക്കണം. എന്തെങ്കിലും സ്നാക്സ് കഴിക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഡിന്നർ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ. സോ ഞാൻ പോയി കഴിച്ചിട്ട് വരാവേ. കുക്കിംഗ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സച്ചു ആണ് മെയിൻ ഷെഫ്. ഉമ്മച്ചി അസിസ്റ്റന്റ് ആണെന്ന് തോന്നുന്നല്ലേ. ഉമ്മച്ചി അവിടെ നോക്കി നിപ്പുണ്ട് ഇവായും കൊണ്ട്. ഇവ ആരാണ്? ഇവാരാ? ഇവതാ മാവൊക്കെ ഇട്ടിട്ട് പോണ ആള്. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ. ഇവാക്ക് ചപ്പാത്തി അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ അതിന്റെ മാവ് വേണം. എന്തിനാ ഇവ ഇത്? ഇവാക്ക് വരുത്താനാട്ടോ. എപ്പോഴുള്ളതാണ്ട് ഇങ്ങനെ ഒരു മാവ് അവളെ എടുത്തോണ്ട് പോകും. അപ്പൊ സച്ചു ഇന്ന് ഉണ്ടാക്കുന്ന സാധനം എന്തോ വെറൈറ്റി ആണെന്നൊക്കെ ഞാൻ വന്നപ്പോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഭയങ്കര വെറൈറ്റി. എന്താണ് സച്ചു സാധനത്തിന്റെ പേര്? അഫ്ഗാനി ചിക്കൻ കറി. അഫ്ഗാനി ചിക്കൻ കറി ആൻഡ് അങ്ങനെ എന്തൊക്കെയൊക്കെ സച്ചു പറഞ്ഞിട്ട് ഭയങ്കര പ്രിപ്പറേഷനിലാണ്. ഞാൻ വന്നപ്പോ തന്നെ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇന്നൊരു വെറൈറ്റി ഡിന്നർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം അവൾ എന്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേന്ന്. ഉമ്മച്ചി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താ? ഇല്ല. ആഹാ. കഴുകി പരട്ടിയൊക്കെ കൊടുത്തു. ബാക്കി ജസ്റ്റ് ഉണ്ടാക്കാൻ ആർക്കറിയാമോ? കഴുകി തന്നതേ ഉള്ളു, പെരട്ടിയത് ഞാനല്ലേ. ഉമ്മച്ചി ചിക്കൻ കഴുകുകയല്ലേ ചെയ്തോളൂ. പൊടിയിട്ട് തന്നപ്പോ പെരട്ടിയത് ഞാൻ എല്ലാം ഉണ്ടാക്കി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തപ്പോ മിക്സ് ചെയ്ത് അത് എന്റെ കൈ പോകുകയും. അപ്പൊ എന്തായാലും എന്താ ഇവിടെ പ്രിപ്പറേഷൻസ് നടക്കാണ്. നമുക്ക് നോക്കാട്ടോ സച്ചു എന്താണ് ഉണ്ടാക്കേണ്ടത്. ഏത് ചാനലാ സച്ചു? പല ചാനൽ. എന്തായാലും യൂട്യൂബ് തന്നെ ആയിരിക്കും, അല്ലാണ്ട് വേറെ. സച്ചു നല്ല ഇടയ്ക്ക് വേറെ സനിയെ കുറച്ച് കണ്ടുപിടുത്തങ്ങളൊക്കെ കൊടുക്കുന്നയാ സച്ചുവിനെ. ഓ എവിടെ മുഖം കാണട്ടെ. മുഖം നോക്കാണ്ട്. അപ്പൊ സച്ചു ഇടയ്ക്ക് തനിയെ പ്രിപ്പറേഷൻ ഒക്കെ നടത്തോട്ടോ. തനിയെ സെൽഫായിട്ടുള്ള കണ്ടുപിടുത്താണെന്നൊക്കെ പറഞ്ഞ് വായി വെക്കാൻ കൊള്ളാത്തോടെ സാധനമൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഒന്നും പറയണ്ട.
സച്ചുവിന്റെ സൂപ്പർ സാധനമല്ലേ സച്ചു ഉണ്ടാക്കണൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ, സാധനം ഡീറ്റെയിൽ ആയിട്ട് കാണാവേ. അപ്പൊ ഇതാണ് കേട്ടോ ചിക്കൻ കറി, അഫ്ഗാനി ചിക്കൻ. ഞാൻ ഒന്നും കൂടെ പൊക്കി കാണിച്ചു തരാം. ഇതെന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് സച്ചു സാധനം? എന്തോ ഭയങ്കര വെറൈറ്റി ആണെന്ന് തോന്നണ്ട. എന്നാലും ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല. സച്ചു കഴിച്ചിട്ടുണ്ടാ? സച്ചും കഴിച്ചിട്ടില്ല. അപ്പൊ കഴിക്കാത്ത നമ്മളിങ്ങനെ ടേസ്റ്റ് പറയുന്ന അറിയില്ല കേട്ടോ. അത് റെസിപ്പി കറക്റ്റ് ആയിട്ടുണ്ടോന്ന് അറിയില്ല. എന്നാലും ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പറയാം. ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്ന് പറയാനായിട്ട് കഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്തായാലും ഇവിടെ പ്രിപ്പറേഷൻ നടക്കട്ടെ. ഫുൾ റെസിപ്പി കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നതിന് മുന്നേ തന്നെ ഇവരെല്ലാം തുടങ്ങി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. യൂട്യൂബിൽ കാണും, ജസ്റ്റ് അഫ്ഗാനി ചിക്കൻ എന്നൊക്കെ അടിച്ചു കൊടുത്താൽ മതി, എന്തായാലും ഉണ്ടാവും. ചിലപ്പോ കുറെ പേർക്ക് അറിയാമായിരിക്കും കേട്ടോ, നമുക്കായിരിക്കും അറിയാം. അപ്പൊ എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അഭിപ്രായം പറഞ്ഞിട്ട് കൊള്ളാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കുക്കിംഗ് ചാനലൊക്കെ റെഫർ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കട്ടെ. സച്ചു എങ്ങനെയാണ് പഴുത്തുന്നത് നമുക്ക് നോക്കാട്ടോ. സച്ചു മറ്റേ പ്രസ് എടുത്ത് പറ്റിയാ പോരെ? അപ്പൊ ആ ഷേപ്പ് കിട്ടത്തില്ല. ഞാനിന്റെ ഷേപ്പ് വി ഷേപ്പ്, വി അല്ല ആ മറ്റേ ഷേപ്പ്. അത് മുറിച്ചെടുക്കണയാണ്. ഞാൻ ആ ഷേപ്പിൽ പരത്തും, ഞാൻ പ്രോയാണ്. അങ്ങനെ ഉമ്മച്ചി ഇവായും കൂടി ഇവിടെ മുറ്റത്ത് ഇറങ്ങിയിട്ട് ഇവാക്ക് ഫുഡ് കൊടുക്കാണ്ട്. എവിടെ ഉമ്മച്ചി ഇവായും കൂടി ഫുഡ് കൊടുക്കാണ്. ഉമ്മച്ചി യുദ്ധം നടക്കാണ്ട്. ഇവിടെ ഇവായ കഞ്ഞി കൊടുക്കാനുള്ള യുദ്ധം നടക്കാണ്. ഉമ്മച്ചി ഇതാ തോറ്റു പിന്മാറി വരുന്നുണ്ട്. എന്ത് പറ്റി ഉമ്മച്ചി? ഇവ ഇപ്പൊ 2 ദിവസമായിട്ട് തണ്ണിമത്തൻ ഇന്നലെ തൊട്ട് തുടങ്ങിയാണ്ട. തണ്ണിമത്തൻ കിട്ടിയോടുകൂടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുൾ തണ്ണിമത്തൻ തന്നെയാണ്. 2 ദിവസം ഉണ്ടാവുള്ളൂ. അതിനെ പിന്നെ തണ്ണിമത്തൻ എന്ന സാധനം പിന്നെ ഇവ കഴിക്കൂല. പിന്നെ ഇവ അടുത്ത എന്തെങ്കിലും സാധനത്തിലോട്ട് പിടിക്കും കേട്ടോ. ഇവ ഇനി വാ. ഞാൻ ഉണ്ടാക്കുക. ഉമ്മച്ചി തന്നെ ഇവ ആണി ബെല്ലടിക്കണേ. ബെല്ലടിച്ചിട്ട് നിങ്ങൾക്കൊന്നും കടവ് തുറക്കാൻ വയ്യേ? ആരാ ഇവിടെ വാങ്ങിക്ക വന്ന് ബെല്ലടിക്കുന്ന? ആഹാ, ഈ കൊച്ചു മനുഷ്യത്തിയാണോ? മതി മതി മതി, വാ കേറും. അല്ലോ എന്റെ പച്ചവനീ. ഇതവിടെ ബട്ടർ ഞാൻ ഓൺ പ്രിപ്പറേഷനിലാണ് കേട്ടോ. ഇവിടെ ബട്ടറൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ആക്ച്വലി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കറിയുടെ ഒരു പ്രത്യേക ഒരു സ്മെല്ല് കേട്ടോ, ഒരു പുതിയൊരു സ്മെല്ല്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇട്ടാലും മതിയെന്ന് ആ ചാനലുള്ളവർ പറയുന്ന കേട്ടു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. സച്ചുവിന്റെ റെസിപ്പി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ കൂടെ എടുത്ത് ഇവ മുന്നേന്ന് മാറ്. ഹൗ ഇസ് ഇറ്റ്? കൊള്ളാടി. സംഭവം പൊളിയായിട്ടുണ്ട് കേട്ടോ. അത് ശരിക്കും അൽഫാമിന് ഗ്രേവി വന്ന പോലില്ലേ? അതിന്റെ ഒരു അൽഫാമിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്, എന്നാ കുറച്ച് ഗ്രേവി ഉണ്ട് കേട്ടോ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം, പൊളി. സച്ചു കീപ് ഇറ്റ് അപ്പ്. ഇനി ഇങ്ങനത്തെ ട്രൈ ഒക്കെ നടത്തുക. ഓക്കെ. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം എഡിറ്റ് ചെയ്യാനിരിക്കണം. അത് കഴിഞ്ഞ് കിടന്നുറങ്ങണം കേട്ടോ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഇനിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ അധികം ഒന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നല്ലേ. ഇന്ന് കൂടുതൽ ഓഫീസിലായിരുന്നുകൊണ്ട് തന്നെ രാത്രി എത്തിയിട്ട് പ്രത്യേകിച്ചൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. സോ നമുക്ക് എന്തായാലും നാളെ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് നൈറ്റ്, ബൈ ബൈ.